Hello friends, Assalamu alaikum. Welcome back our channel, My Tricks and Tips. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ആഷ് ഗാർഡ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരുപാട് വൈറ്റമിൻ ഇ ഉള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, അതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മൺചട്ടിയിൽ എന്ത് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് 2 പച്ചമുളകും ചേർത്തിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചാൽ മതി. ഉപ്പ് നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്, ആദ്യം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ മഞ്ഞളും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് വേവാനായിട്ട് വെക്കാം. പിന്നെ പറയാനുള്ളത്, ആഷ് ഗാർഡ് നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ആഷ് ഗാർഡിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇളവൻ വേവുമ്പോഴത്തേക്കിലും നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും പിന്നെ ക്യുമിൻ സീഡുമാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ മതി. ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ 2 വെളുത്തുള്ളി. ഈ 2 വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. അത് ചെറിയുള്ളിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഈ ഒരു വെളുത്തുള്ളി നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കുക. കാരണം എന്താ വെച്ചാൽ 2ൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ. 2ൽ കുറവും വേണ്ട, വെറും 2 എണ്ണം മതി. ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ഈ ഒരു കറീനെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നൽകും. അതുകൊണ്ടാണ് ആ വെളുത്തുള്ളി ചേർത്തിട്ടുള്ളത്. ഇപ്പോഴാണ് ഞാൻ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിൽ 1/2 ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ കറി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും അതിൽ നമ്മൾ കയ്യിൽ ഇപ്പോൾ തേങ്ങയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് 1 ടീസ്പൂണോളം അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള കറി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് അരിപ്പൊടി ചേർത്തിട്ട് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചട്ടിയിലായതുകൊണ്ട് കുറച്ച് നേർത്തിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കട്ടിയായിട്ട് വരും. കാരണം മൺചട്ടി ആയതുകൊണ്ട് അതിൻ്റെ വെള്ളം കുറച്ച് ആ ചട്ടി അങ്ങ് അബ്സോർബ് ചെയ്യും. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് കട്ടിയുള്ള കറിയായിട്ടാണ് ഈ ഒരു കറി കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചധികം യൂസ് ചെയ്യുക ചട്ടിയിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിക്കരുത്. ഇതിങ്ങനെ മെല്ലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ഈ ഒരു സമയത്ത് നോക്കുക. ഇനി നമുക്ക് ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്കൊരു വറവിടണം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കണം. പിന്നെ ആഷ് ഗാർഡ് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഡെയിലി ഫുഡിൽ ഒരു ചെറിയ പീസെങ്കിലും ഈ ഒരു ആഷ് ഗാർഡ് ഉൾപ്പെടുത്തുക. ആഷ് ഗാർഡിൻ്റെ ജ്യൂസ് വെറും വയറ്റിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. വറവിനായിട്ട് ഞാൻ ചെറിയുള്ളിയും പിന്നെ നമ്മുടെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കറികളൊക്കെ വറവിടുമ്പോൾ നമ്മൾ ചെറിയുള്ളി വെച്ചിട്ട് വറവിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിനൊരു പ്രത്യേക രുചിയാണ്. കടുക് ഇടുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളി ഇടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വന്നതിന് ശേഷം, അതായത് ഒന്ന് ലൈറ്റ് കളറൊന്ന് മാറി വരുമ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് അത് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചല്ല കേട്ടോ ഇടുന്നത്. വറവ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ കറിവേപ്പില നല്ല പോലെ മൊരിച്ചെടുക്കുക, നല്ല മൊരിയണം. അപ്പോൾ അത് ആ കറിയിലോട്ട് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കറിവേപ്പില ഇടുന്നതിനെക്കാട്ടിലും ഈ മൊരിച്ചിട്ട് കറിവേപ്പില ഇടുമ്പോൾ എല്ലാ ഐറ്റംസിനും ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വറവ് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയുള്ളി ഇട്ടിട്ട് ആ ചെറിയുള്ളിയും നല്ല ബ്രൗൺ കളർ ആക്കിയിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കറിവേപ്പില നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇതുപോലെ തന്നെ നല്ലപോലെ ബ്രൗൺ കളർ ആവണം കേട്ടോ. അധികം വേവാതെ നമ്മൾ കറിയിലിട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല, കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എണ്ണ കൂടുതൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കേരളീയർ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ വറവിടുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടുക നമുക്ക്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് നമ്മുടെ വെളിച്ചെണ്ണയുടെ ആ സ്മെല്ല് അത്രയ്ക്ക് പിടിക്കില്ല കേട്ടോ. കാരണം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയായിരിക്കണം എല്ലാ ഫുഡിലും. പക്ഷെ നമുക്കാണെങ്കിൽ അതൊട്ട് പറ്റുകയില്ല. കാരണം നമുക്ക് എപ്പോഴും ഇഷ്ടം ഈ നല്ല സ്മെല്ലുള്ള നമ്മുടെ സ്വന്തം നാളികേരത്തിൻ്റെ ഓയിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൾ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല ഒരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.